രാവിലെ ചായയൊക്കെ റെഡിയാക്കുക. അപ്പോൾ ചായയൊക്കെ റെഡി ആയതിന് ശേഷം ചായ കൊടുക്കാനുള്ളവർക്കൊക്കെ ചായ കൊടുത്തു. എനിക്ക് അധികം ചൂടോടെ വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു. ഇപ്പം ഞാനും ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് കുടിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വെച്ച് ഇങ്ങനെ ടൊമാറ്റോയും സവാളയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ബ്രെഡിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസും ഇത് തേച്ചതിന് ശേഷം ഈ ഗ്യാസിൽ വെക്കുന്ന ടോസ്റ്ററിൽ വെച്ച് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഒരു ചൂര ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. ചൂര എന്ന് വെച്ചാൽ കേരച്ചൂരയായിരുന്നു. അതിപ്പോൾ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് കറി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ അതൊന്ന് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ വെട്ടി. ഞാൻ പല രീതിയിൽ വെട്ടും. ചിലപ്പോൾ മൊത്തത്തിൽ സ്കിൻ കളഞ്ഞിട്ട് നടുക്ക് ആ മുള്ളിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് കണ്ടിച്ചെടുക്കും. ഇന്നിപ്പോൾ ഇങ്ങനെ പീസാക്കിയിട്ട് ഇങ്ങനെ കണ്ടിച്ചെടുക്കുക ചെയ്തത്. അപ്പോൾ മീനിൻ്റെ ഐസൊന്നും നല്ലതായിട്ട് പോയിട്ടില്ല. അതുകൊണ്ട് കട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ആ കല്ലുകൊണ്ടൊന്ന് നമ്മുടെ ആ നൈഫിൽ പിച്ചാത്തിയിലൊന്ന് അടിച്ച് അതൊന്ന് മുറിച്ചെടുക്കും. കടല തോരൻ വെച്ചായിരുന്നു. കടല അതെൻ്റെ നിന്ന് ഫുൾ വീഡിയോ അങ്ങ് കട്ടായിപ്പോയി. അപ്പോൾ ഞാനിത് ഇന്നലെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒരു 3-4 വിസിലടിച്ചെന്ന് കടല വേവിച്ചതിന് ശേഷം ചീനച്ചട്ടി വെച്ച് ഇച്ചിരി കടുകിട്ട് ജീരകവും പൊട്ടിച്ചിട്ട് സവാള ഇട്ട് വഴറ്റിയതിന് ശേഷം സവാളയും കറിവേപ്പിലയും വഴറ്റിയതിന് ശേഷം കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ഇച്ചിരി മുളക് പൊടി ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇത്തിരി ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇത്തിരി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം സവാളയ്ക്കകത്ത് ചേർത്ത് ഇച്ചിരി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കടലയും കൂടെ ഇട്ട് ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ചെറിയ തീയിലിട്ടത് വേവിച്ചെടുത്തതാണ്. മീനൊക്കെ വെട്ടി കഴുകിയെടുത്തായിരുന്നു. പിന്നെ ഞാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ളു ഉലുവായും കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു രണ്ട് കറിവേപ്പില ഇട്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടിയും ചേർത്തൊന്ന് ഇച്ചിരി ഒന്ന് മൂപ്പിച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അതൊന്ന് കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് പുളിവെള്ളവും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും എല്ലാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് അരപ്പൊന്ന് തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ കറി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കിന് ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലിടണേ. അത് തിളച്ച് വറ്റി വരുന്ന ഉടനെ പച്ച വെളിച്ചെണ്ണയും നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞുടനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ മിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.